ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. പോസ്റ്റ് ഓഫീസിൽ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിനെക്കുറിച്ച് 2019 ഒരു വീഡിയോ ഇടുകയുണ്ടായി. അതിൽ മൈ വിസിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെയാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുറേ പേർക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിച്ചു. പക്ഷേങ്കിൽ ഭൂരിഭാഗം പേർക്കും ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഹീബ്രുവിലാണ്, അതിന് കുറേ പരിമിതികളുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ സഹായത്തോടു കൂടി വേറെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ മൈ വിസിറ്റോ ഒന്നും വേണ്ട, നിസ്സാരമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ സഹായത്തോടു കൂടി അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിലും ഒരു എളുപ്പത്തിൽ, ഇതിനേക്കാളും എളുപ്പത്തിൽ നമുക്കിനി അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഇംഗ്ലീഷിൽ വരാനായിട്ടുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഈ അപ്പോയിൻമെൻ്റ് എടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇനി ഇതിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പം അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. അതിനുവേണ്ടി നമ്മുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നമ്മുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. എനിക്കിപ്പോൾ അടുത്ത് ഇവിടെ എന്ന് പറയുന്നത് പർദീസ് ഖാനയാണ്. സോ പർദീസ് ഖാന പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അത് ഞാൻ ഇതിന് മുമ്പൊക്കെ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഞാനത് സെലക്ട് ചെയ്യാൻ പോവാണ്. അത് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ ഇവിടെ 2 പോസ്റ്റ് ഓഫീസുകൾ കാണിക്കുന്നുണ്ട്. കാരണം പർദീസ് ഖാന എന്ന് പറയുന്ന സ്ഥലത്ത് 2 പോസ്റ്റ് ഓഫീസുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും മേളിലത്തെയാണ് അടുത്തെങ്കിൽ പോലും അതൊരു ഏജൻറ്റ് പോസ്റ്റ് ഓഫീസാണ്. എനിക്ക് ഏജൻറ്റ് പോസ്റ്റ് ഓഫീസിൽ പോകണ്ട, എനിക്ക് ബ്രാഞ്ചിലേക്കാണ് പോകേണ്ടത്. സോ ഞാനത് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഡെറക് ഹ ബനീം, നമുക്ക് ഈ പോസ്റ്റ് ഓഫീസുകളൊക്കെ ഏതാണെന്നൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ചൂസ് ചെയ്യാനായിട്ട്. സോ എനിക്ക് ഡെറക് ഹ ബനീമാണ് എൻ്റെ ബ്രാഞ്ച്. സോ അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഇത് കാണുന്നില്ലേ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് ഗൂഗിളിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകും, അവരുടെ ആ ലിങ്കിലേക്ക് പോകും. ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എൻ്റേത് ഹ ബനീം എന്ന് പറയുന്ന സ്ട്രീറ്റിലേക്കാണ് പോകേണ്ടത്. അതൊക്കെ കറക്റ്റാണ്. നമുക്ക് ഏതൊക്കെ ദിവസമാണ് പോസ്റ്റ് ഓഫീസ് ഓപ്പൺ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമിങ്സൊക്കെ അറിയാൻ സാധിക്കും. ഓക്കെ, നമുക്കിപ്പം അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വെബ്സൈറ്റ് എന്ന് കാണുന്നുണ്ടോ, വെബ്സൈറ്റ്, യെസ്, ഈ വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നേരിട്ടത് പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റിലേക്കാണ് പോയത്. ഓക്കെ, ഈ പോസ്റ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് അത് ഹീബ്രുവിലാണ്. പക്ഷേങ്കിൽ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങൾ താഴെ കാണും. ഇത് കണ്ടോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഹീബ്രു വെബ്സൈറ്റ് വരുമ്പോഴത്തേന് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആകുന്നത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇപ്പം എല്ലാ മൊബൈലിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവിടെ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ സെറ്റിങ്സ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാവരുടെ മൊബൈൽ അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ്. കണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നത്. മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തപ്പം കണ്ടോ നമുക്കിങ്ങനെ ഒരു സർവീസ് വിൻഡോ ആണ് വന്നത്. ഓക്കെ, ഇവിടെ ഒരു മനുഷ്യൻ്റെ പടം കാണുന്നത് കണ്ടോ, ഇവിടെ കണ്ടോ മനുഷ്യൻ്റെ പടം കാണുന്നുണ്ടോ, അവിടെ സർവീസ് വിൻഡോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ പടത്തിൽ നിങ്ങളിങ്ങനെ അമർത്തിയിട്ട് അത് സെലക്റ്റായി കണ്ടിന്യൂ അമർത്തുക. താഴെ കണ്ടിന്യൂ എന്നുള്ളത് അത് അമർത്തുക. ആ കണ്ടിന്യൂ അമർത്തി കഴിയുമ്പോഴത്തേന് നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനാണ് വരുന്നത്. നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് പോസ്റ്റ് ഓഫീസിൽ പോകേണ്ടത്, നാളത്തെ ഡേറ്റ് ഇത് കണ്ടോ, ഒരു മുൻകൂട്ടി നമുക്കൊരു 1, 2, 3, 4 ദിവസത്തേന് നമുക്ക് 4 ദിവസത്തേനുള്ള ഒരു ലിസ്റ്റാണ് ഇവർ കാണിക്കുന്നത് അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഏതായാലും എനിക്ക് നാളെയാണ് പോകേണ്ടത്. സോ 21-ാം തീയതി
ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി സെലക്റ്റായി അതങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ എനിക്കിനി ടൈമാണ് വേണ്ടിയത്. സോ സെലക്ട് ആൻഡ് ഹവർ എന്ന് പറയുന്ന സ്ഥലത്ത് ടൈം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ടൈമിൽ ഏത് ടൈമിലാണ് എനിക്ക് പോകേണ്ടത്? എനിക്ക് ഉച്ച കഴിഞ്ഞാണ് പോകേണ്ടത്. സോ ഞാൻ താഴേക്ക് വരികയാണ്. താഴേക്ക് 13 എന്ന് പറഞ്ഞാൽ 1 മണി, 13 എനിക്ക് 2 മണി, 2:20, 2:25, 2:30. സോ ഞാൻ 2:30 ടൈം സ്ലോട്ട് എടുക്കുകയാണ്. ഓക്കെ, 2:30 ഞാൻ സെലക്ട് ചെയ്തു. 2:30 ടൈം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേന് അടുത്തത് ചോദിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറാണ്. നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ആ മൊബൈൽ നമ്പർ തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യണം. അതായത് നമ്മൾ മേളിൽ എഴുതിയ ആ നമ്പർ തന്നെ ഒന്നും കൂടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ടൈപ്പ് എഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് തന്നെ ഒന്നുകൂടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പം അത് ഒന്നുകൂടെ ടൈപ്പ് ചെയ്തു. കൺഫേം ഇപ്പം ഞാൻ കണ്ടിന്യൂ അടിക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ കൊടുക്കുകയാണ്. യെസ്, യുവർ അപ്പോയിൻമെൻറ്റ് വാസ് ഷെഡ്യൂൾഡ് സക്സസ്ഫുള്ളി. കണ്ടോ, ഇതാണ് യുവർ അപ്പോയിൻമെൻറ്റ് വാസ് ഷെഡ്യൂൾഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇവർ അക്കൗണ്ട് ഇത് സക്സസ്ഫുള്ളി ആയിട്ട് ഇത് വന്നു. കണ്ടോ, താഴെ ഒരു ബട്ടൺ കാണുന്നു, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബട്ടൺ. ഇപ്പോൾ എല്ലാവരും അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം പോസ്റ്റ് ഓഫീസിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു മിഷൻ ഉണ്ടാകും. നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തത് നമുക്കവിടെ സ്ലിപ്പായിട്ട് കിട്ടണം. അതിനു വേണ്ടിയിട്ട് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. 10 മിനിറ്റ് മുമ്പ് മാത്രമാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്ന 2:30 2:30 അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 മിനിറ്റ് മുമ്പ്, അതായത് 2:20 നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. അവിടെ പോയിട്ട് ആ ഒരു പ്രിൻ്റ് എടുക്കാൻ പറ്റും, ടോക്കൺ എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിഷൻ്റെ ഏറ്റവും ടോപ്പിൽ ലാംഗ്വേജസ് ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തെ കോർണറിലായിട്ട്, എനിക്ക് തോന്നുന്നത് ഇടതുവശത്തെ കോർണറിലായിട്ട് ഐ ഹാവ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്പർ പാഡ് വരും. ആ നമ്പർ പാഡിനകത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. 0 കൂട്ടി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ അതിൻ്റെ നമ്പർ പാഡിൻ്റെ താഴെ തന്നെ ഒരു പച്ച കളറിൻ്റെ ഒരു ടിക്ക് മാർക്ക് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഡിസ്പ്ലേയിൽ നമ്മുടെ നമ്പർ വരും. എ കൊണ്ട് തുടങ്ങുന്ന ഒരു നമ്പർ വരും. അതിൻ്റെ താഴെ തന്നെ മിഷൻ്റെ താഴെയായിട്ട് നമ്മുടെ സ്ലിപ്പ് വരും, ടോക്കൺ വരും. അത് എടുത്ത് കൈപ്പിടിക്കുക. എന്നിട്ട് അവിടെ ആ മേളിൽ കാണുന്ന ഡിസ്പ്ലേയിൽ നമ്മുടെ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ മതി. അതുകൂടാതെ ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് പോസ്റ്റ് ഓഫീസിൽ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അല്പമൊക്കെ നീട്ടമൊക്കെ വന്നിട്ടുണ്ട്. എനിവേ, അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് ഉപകാരപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് തരിക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.